തിരുവല്ലയുടെ ഭാവി വികസന കാഴ്ചപ്പാടുകൾ അവതരിപ്പിച്ച് NDA സ്ഥാനാർത്ഥി അനൂപ് ആന്റണി. അപ്പർ കുട്ടനാടിനെ വെള്ളപ്പൊക്കത്തിൽ നിന്നും കരക്കെത്തിക്കാനുള്ള ആശയങ്ങളും ഡബിൾ എഞ്ചിൻ മാസ്റ്റർ പ്ലാനിലുണ്ട്. നിയമസഭാ മണ്ഡലത്തിൽ ഉൾപ്പെടുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ അവ ഓരോന്നിന്റെയും പ്രാദേശികമായ പ്രാധാന്യവും പിന്നോക്കാവസ്ഥയും തിരിച്ചറിഞ്ഞുള്ള പരിഹാര നിർദ്ദേശങ്ങളാണ് വികസന ഭൂപടമായി അവതരിപ്പിച്ചിട്ടുള്ളത്. തിരുവല്ല ബൈപ്പാസിന്റെ കുരുക്കഴിക്കാൻ ഓവർബ്രിഡ്ജാണ് പ്രധാന വാഗ്ദാനം. തിരുവല്ല സ്റ്റേഡിയം രാജ്യാന്തര നിലവാരത്തിലുള്ള സ്പോർട്സ് ഹബ്ബാക്കി മാറ്റുമെന്നതാണ് മറ്റൊന്ന്. ഇത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അടുത്ത 25 വർഷത്തെ തിരുവല്ല എങ്ങനെ ആയിരിക്കണം എന്നുള്ളതിൻ്റെ ഒരു മൊത്തം ബ്ലൂ പ്രിൻ്റാണ്. ഈ ബ്ലൂ പ്രിൻ്റുമായിട്ടാണ് ജനങ്ങൾ അടുത്തേക്ക് ഞാൻ പോകുന്നത്. ഇതെനിക്ക് എവിടെ നിന്ന് കിട്ടിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജനങ്ങളാണ് തന്നത്. ഞാൻ കുറേ നാളുകളായി ഓരോരുത്തരെ വീട്ടിൽ പോയി കാണുന്നു, വികസന കൂട്ടായ്മകൾ നടത്തി. അപ്പോൾ അവർ പറഞ്ഞു തന്ന പോയിന്റ്സാണ് ഇതിനകത്ത് മുഴുവൻ. കോലറയാറടക്കം ജലസ്രോതസ്സുകളിലെ മാലിന്യം നീക്കി നവീകരിക്കുമെന്നും അപ്പർ കുട്ടനാട്ടിൽ 2ാം കൃഷി സാധ്യമാക്കുമെന്നും വികസന രേഖയിലുണ്ട്. ഉൾനാടൻ മത്സ്യകൃഷിക്ക് സ്പെഷ്യൽ ഇക്കണോമിക് സോൺ, തിരുവല്ലയിൽ NRI ബിസിനസ് പാർക്ക് എന്നിവയും മുന്നണി ഉറപ്പു നൽകുന്നു. ഒരു MLA സംബന്ധിച്ച് MLAയുടെ ഫണ്ടുണ്ട്, 5 കോടി രൂപയുണ്ട്. ഇതിനപ്പുറത്തേക്ക് സംസ്ഥാന സർക്കാർ വിചാരിച്ചാൽ കുറച്ച് ഫണ്ടിങ് ചെയ്യാൻ പറ്റും. ഇതിനപ്പുറത്തേക്ക് 2 വലിയ പോസിബിലിറ്റി ഉണ്ട്. ഒന്ന് കേന്ദ്ര സർക്കാരിൻ്റെത്, 2 CSR ഫണ്ടുകൾ. ഇപ്പോൾ കേന്ദ്ര സർക്കാരുമായി ഓൾറെഡി ഞങ്ങളിതിന് ബന്ധപ്പെട്ടു. ഉദ്യോഗസ്ഥർ ഇവിടെ വന്നിരുന്നു. അവർ പറഞ്ഞത് ഒരു 50 കോടി രൂപയുടെ ഒരു മൈക്രോ ഇറിഗേഷൻ പ്രൊജക്ട് ഈസി ആയിട്ട് കേന്ദ്ര സർക്കാർ വിചാരിച്ചു കഴിഞ്ഞാൽ സാങ്ഷനാക്കാൻ പറ്റും. പുറമറ്റത്ത് വയോജന ജീറിയാട്രിക് ചികിത്സാ കേന്ദ്രം, കടപ്രയിൽ 5000 തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്ന വ്യവസായ സംരംഭം എന്നിവയും വാഗ്ദാനങ്ങളിൽ പെടുന്നു. വികസന രംഗത്ത് കാലങ്ങളായുള്ള തിരിച്ചടിക്ക് പരിഹാരമെന്ന് അവകാശപ്പെട്ടാണ് NDA ഡബിൾ എഞ്ചിൻ മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കിയിട്ടുള്ളത്. മാതൃഭൂമി ന്യൂസ്, പത്തനംതിട്ട.